അതിനിഗൂഢമായി മീറ്റിങ്ങുകൾ നടത്താനുള്ള ഏരിയ എന്നാണ് കണ്ടോ ഗൈസ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് പൊട്ടൻപടി വ്യൂ പോയിൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് പോകേണ്ടത്. അതായത് നമ്മൾ മൂലമറ്റത്ത് നിന്ന് കട്ടപ്പന പോണ റൂട്ട് കയറി വരുമ്പോഴത്തേക്കും ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ ഒരു വഴി കാണാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മുകളിലേക്കുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഈ വഴി കയറി പോകാം. കുറച്ച് ഓഫ് റോഡിങ് ആണ്. കണ്ടോ ഇവിടെ നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റ് ഫുൾ ക്ലൈമറ്റേഷൻ കാലാവസ്ഥ നിരീക്ഷണത്തിൻ്റെ എന്തോ ഗവൺമെൻറ്റിൻ്റെ ഓഫീസാണ്. ഇത്രയും സെറ്റപ്പ് ഒന്നും ഉണ്ടെന്ന് വിചാരിച്ചില്ല. ഇവിടെ കാലാവസ്ഥ നിരീക്ഷണത്തിൻ്റെ എന്തോ ഗവൺമെൻറ്റിൻ്റെ സെറ്റപ്പ് ഉണ്ട്. ഇത് ജോഷി അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി പോകണേ. ഇത് വല്ല ഗവൺമെൻറ്റിൻ്റെ എന്താ റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയ എന്നൊന്നും അറിയില്ല. അവൻ്റെ താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കണ്ടോ ഇന്ന് ഗവൺമെൻറ് റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ അതിക്രമിച്ച് കടന്നെന്ന് പറഞ്ഞിട്ട് നാളെ പത്രത്തിൽ പേര് വരുമെന്ന് അറിയില്ല. ഗ്രീൻബർഗ് റിസോർട്ടൊക്കെ പോലെ കണ്ടോ അവിടെ മീറ്റിങ്ങിനുള്ള സ്ഥലമൊക്കെ കണ്ടോ. വട്ടമേശ സമ്മേളനം അതുപോലെ സെറ്റപ്പുകൾ ഇതെവിടെ ആയിരിക്കും നടക്കുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നത് ആ ഏറുമാടത്തിലൊക്കെ കയറാൻ പറ്റുമായിരിക്കും. അത് ഏറുമാടല്ലോ റിസോർട്ട് അതുപോലത്തുള്ള സെറ്റപ്പ് അല്ലാട്ടോ അത്. നമുക്ക് ഇതിലൂടെ പോണോ? അവിടെയുണ്ട്, അവിടെ നിന്ന് മുകളിലേക്ക് ഉണ്ട്. ഇതിലൂടെ പോയി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെന്ന് വെച്ചാൽ ഓഫ് റോഡൊക്കെ വരാനില്ല. ഇവിടെ നമ്മുടെ ബൈക്ക് ഡിയോ ആണ്, അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറ്റിയില്ല. നല്ല ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരാമായിരുന്നു. അതായത് നടക്കുകയാണ്. കുമ്മൻ അവിടുത്തെ ചെടികളുടെ വീഡിയോ എടുക്കുകയാണ്. കുമ്മൻ ക്യാമറയിൽ വൺ സെറ്റിങ്സ് ചെയ്യുകയാണ്. അതായത് നമ്മളെ കൂട്ടത്തിലെ ടെക്കിയാണ് കുമ്മൻ. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് സെറ്റാക്കി തരും. ഫ്ലവേഴ്സ്, ചെറിയ ചെറിയ ഫ്ലവേഴ്സ്, ഒരു നീലപ്പൂവ്, ഇവിടെയും പൂവുണ്ട്. ചെറിയ ചെറിയ ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഉണ്ട്. കലമ്പട്ട പൂവ്. ഇതുവഴി എടാ നീലക്കുറിഞ്ഞി 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 കാട്ടുവെള്ളം വിളിച്ചു പറയുന്നുണ്ട്. ചെറിയ നീലക്കുറിഞ്ഞി ഇവിടെ മാത്രമേ ഉള്ളൂ. നീലക്കുറിഞ്ഞിയുടെ പുതിയൊരു ഹബ്ബാന്ന്. ഓ നീലാകാശം. ആ ആകാശ സ്കൈസും ഉണ്ടോ. ആ പുല്ലിൻ്റെ ആ ഒരു സ്കൈ. ജീപ്പൊക്കെ കയറി വരികയാണെങ്കിൽ ഈ വഴി കയറി വരുമല്ലോടാ. ഇത് വെച്ച് ഈ കമ്പ് കൊണ്ടൊരു സെറ്റപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാമേ. നമ്മൾ ചെറുപ്പത്തിലുള്ള പരിപാടിയാണ്. ഈ സാധനം എങ്ങനെ ഓടിക്കും. അതായത് ഞങ്ങൾ പോണ സ്കൂളിൽ വിട്ട് പോണ വഴിയിലേക്കൊക്കെ ഈ സാധനം ഉണ്ടായിരുന്നു. എന്നിട്ട് ഓടിച്ചിട്ട് ഇതിൻ്റെ തുമ്പുണ്ടല്ലോ അതിങ്ങനെ മടക്കി വയ്ക്കും. കണ്ടോ കണ്ടോ ഇതാണ് വണ്ടി. സ്കൂളിലുള്ള പഠിക്കുമ്പോൾ സ്കൂളിലോട്ടൊക്കെ നടന്നു വരുമ്പോൾ നമ്മൾ ഈ സാധനം ടാറിട്ട് റൊട്ടികൾ ഇങ്ങനെ ഉരച്ചുകൊണ്ട് പോകുമായിരുന്നു. വണ്ടിയാന്ന് പറഞ്ഞു അങ്ങനെ കൈ പിടിച്ച് അമ്മാരിതേ ഫ്രണ്ടിൽ കയറി പോയി. നമ്മൾ വണ്ടി ഓടിച്ച് കണ്ടുകൊണ്ട് ഇതേ വണ്ടി പോയിട്ട് പതുക്കെ വന്നുള്ളൂ. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ക ഓഫ് റോഡാണ്. ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് കണ്ടോ. പുല്ലൊക്കെ നുഴച്ച് കയറിപ്പോയി. എന്താ ജോഷി കീരിയുടെ കൂട് ഉപേക്ഷിച്ച് പോയതിന് ശേഷം ഇങ്ങനെ ഇവിടെ പിച്ച് ചീന്തി ഇങ്ങനെ ഇട്ടേക്കും. അത് കീരിയുടെ കൂടിൻ്റെ അവശിഷ്ടങ്ങളാണ്. കീരിയുടെ കൂടിൻ്റെ അവശിഷ്ടങ്ങളാ ഇതുണ്ട്. ഏതാണ് പട്ടി ചത്ത് കിടന്നിട്ട് പൂട കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. എന്നടാ അപ്പം കീരി എന്ത് കഴിഞ്ഞാൽ കൂടി പിരിച്ച് തിങ്കളാണ്. ഇത് കഴിഞ്ഞാണോ കൊച്ചുണ്ടാക്കിയിട്ട്. അതായത് ഇപ്പം മൃഗങ്ങളെല്ലാം ഒരു പിന്നെ കൂടുണ്ടാക്കി ഇപ്പം അതുങ്ങൾക്ക് മുട്ട വിരിഞ്ഞോ അല്ലെങ്കിൽ കുട്ടി ഉണ്ടായോ കഴിഞ്ഞ് കഴിയുമ്പോൾ അതുങ്ങൾ കൂട് ഉപേക്ഷിച്ച് പോകുമല്ലോ. അങ്ങനെ ഉപേക്ഷിച്ച് പോയി കഴിയുമ്പം ഇങ്ങനെ കൂടിന്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ കളഞ്ഞിട്ട് പോകുന്നതായിരിക്കും. എന്നാൽ ഈ പ്രദേശത്തുനിന്ന് ഒരൊറ്റ തെങ്ങ് പോലും ഇല്ല. നോക്ക് നോക്ക്, ഈ പ്രദേശത്ത് ഒരൊറ്റ തെങ്ങ് പോലും ഇല്ല. ഈ കീരിക്ക് അങ്ങനെ ചകിരി കിട്ടി.
ഈ കീരിക്ക് എങ്ങനെ ചക്കര കിട്ടി? അത് ഉത്തരം പറ. നമ്മൾ നടന്ന് വ്യൂ പോയിന്റിലെത്തിയിരിക്കും. ഓ അതിന്റെ ഇത്രയാണ് ഇത്. നോക്കൂ ഗൈസ്, ഇവിടെയുണ്ട് മഞ്ഞപ്പൂക്കൾ. നമ്മൾ കൊക്കയുടെ താഴത്തേക്ക് ഇറക്കുവാണ്. പോടാ, ഇതൊക്കെ സിമ്പിളാ. കല്ലിന്റെ ഇടയ്ക്ക് ഉറച്ചു പോയിന്ന്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കണ്ട, നമുക്ക് ഇതിൻ്റെ അടിയിൽ മഴ പെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ പോയിരുന്ന വെച്ചാൽ മതി. നല്ല സെറ്റപ്പ് ഉണ്ട് ഇവിടെ. മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ ഈ പാറയുടെ താഴത്തേക്ക് തന്നെ ഒന്ന് ഇറങ്ങി വെച്ചാൽ മതി. അപ്പം നിങ്ങളിപ്പം ഹിൽ ടോപ്പിൽ കയറി ഇവിടെ നിന്നത്തേക്ക് മഴ പെയ്ത് കുട എടുക്കാൻ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ തൊട്ട് ഒന്ന് ഇങ്ങനെ ഇരിക്കാം, നല്ല റിലാക്സ് ആയിട്ട്. തവള പോലെ ഒരു പാറയല്ലേ. ഇന്നാളിങ്ങനെ എതിരോടെ പോയപ്പോ എന്റെ ഒരു കണ്ണാടി നഷ്ടമായി പോയാ. കണ്ണാടി സ്വന്തമായിട്ട് കണ്ട ജോഷിയുടെ കണ്ണാടി കണ്ട. ആൾക്കാരുണ്ടല്ലോ, പൗലിയന്റെ ആൾക്കാരുണ്ട്. അത് റോഡിന്റെ സൈഡായിരുന്നോണ്ട് ശരിക്കും പറഞ്ഞാൽ പൗലിയന്റെക്കാരും കാണാൻ ഒരു ഇതുണ്ട്, വൈബുണ്ട്. പാസും ഇല്ല, വൈബുണ്ട്. വീണ്ടും ലൈവ് സാധനം കിട്ടി. ഇപ്പൊ ഇട്ടിട്ട് പോയേക്കടാ. കീരിയുടെ കാട്ടാൻ തപ്പി കൊണ്ടിരിക്കാണ്. ഇവിടെ എന്തോ ഒരു കായ. ഇതേ ഗൈസ്, ഇവിടെ എന്തോ കായ ഉണ്ട്, നമുക്ക് നോക്കാം. കണ്ടോ ഗൈസ്, ഒരു ടൈപ്പ് കായാണിത്. ഇതെന്ത് കായടത്? ജോഷി, ഇതെന്ത് കായടത്? ഈ കാട്ടിൽ ഈന്തപ്പഴാണോ അത്? ആ, ഈന്ത് ഈന്ത് ഈന്ത്. ചെറിയ ഉണ്ട്. ഈന്തല്ല, ഈന്ത് മറ്റേ എവിടെ തന്നെ. ഇതല്ല, വേറെ എന്തോ കായാണ്. തെങ്ങിൻ്റെ എന്ത് സംഭവമാണ്? ലോക്കൽ ഈന്ത. നമ്മളെല്ലാ മുട്ടക്കുന്നിൻ്റെ മുകളിൽ കാണാൻ ഇത് ഈ ചെടി. ഇതിൽ കായുണ്ടായി കാണുന്ന ആദ്യമായിട്ടാണ്. ഗൈസ്, നോക്കിയാൽ കാണാം, താഴെ കാണുന്ന കുളമാവ് ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളാണ്. ഇത് നമ്മളിത് എവിടെയല്ല ബൈക്ക് വെച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടെൻറ്റ് മേടിക്കണം, അങ്ങോട്ട് ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്യണം, എന്നിട്ട് വ്ളോഗ് എടുത്താൽ പക്കായിരിക്കും, നല്ല വ്യൂവും കിട്ടും, തന്നെ കുക്കൊക്കെ ചെയ്ത്. റെസ്ട്രിക്ഷൻ ഇല്ലാത്ത കുഴപ്പമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു 300 സബ്സ്ക്രൈബറും കൂടെ നമ്മൾ ക്യാമ്പിംഗ് വീഡിയോസ് ഇടാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവിടുത്തെ വീഡിയോ കാണുന്നവരെ ബൈ.